ഹായ് ഗായ്സ്, വെൽക്കം ടു എജ്യുപോഡ്. എൻ്റെ പേര് ഷാമിൽ. 10ാം ക്ലാസ്സിലെ മാത്സ് പഠിച്ചു തുടങ്ങിയ സമയത്ത് എല്ലാവർക്കും ഇഷ്ടമുള്ളതും വളരെ സിമ്പിളായിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ചാപ്റ്റർ നമ്പർ 1, അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണികൾ. ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതും എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നതും ആൻഡ് നിങ്ങളുടെ A+ നിർണ്ണയിക്കുന്നതുമായിട്ടുള്ള ഒരു സംഭവമാണ് സം ഓഫ് ടേംസ് അല്ലെങ്കിൽ പദങ്ങളുടെ തുക. ഈ പദങ്ങളുടെ തുക വെച്ചുകൊണ്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതായത് നിങ്ങൾക്ക് A+ലേക്ക് എത്തിക്കുന്ന A+ നിർണ്ണയിക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വളരെ അടിപൊളിയായിട്ട് പഠിക്കാം. അപ്പോൾ റെഡി ആണെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ നോക്കിക്കേ. റൈറ്റ് ദ algebraic expression of the arithmetic sequence 5, 9, 13 ആൻഡ് അതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദിസ് അരിത്തമെറ്റിക് സീക്വൻസ്. അതായത് ഈ ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിതം എഴുതണം, ഇതിൻ്റെ ആദ്യത്തെ 20 പദങ്ങളുടെ തുകയും എഴുതണം. അപ്പോൾ തുക വെച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുമ്പ് നിങ്ങൾക്ക് ഇവിടെ 2 കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ക്വസ്റ്റ്യൻ കണ്ടോ നിങ്ങൾ? സമാന്തര ശ്രേണി അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്, അതിൻ്റെ ബീജഗണിത രൂപം ഓൾജിബ്രായിക് ഫോം ആണ് എഴുതാൻ പറഞ്ഞത്. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം അല്ലെങ്കിൽ ഓൾജിബ്രായിക് ഫോം അല്ലെങ്കിൽ nth ടേം, ജനറൽ ടേം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ആദ്യം xn = dn + f - d എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുത്തിട്ട് അതിലേക്ക് നിങ്ങൾ ഡിയും എഫും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനിയിപ്പോൾ എന്താ ഡി എന്താ എഫ് എന്നുള്ള സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഇതാ നോക്കിക്കോ. ഇതാണ് ക്വസ്റ്റ്യൻ ആൻസർ ആണ് എഴുതുന്നത്. നിങ്ങളുടെ സമാന്തര ശ്രേണി അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ 5, 9, 13 എന്ന് പറഞ്ഞു പോകുന്നത് ഇതാ. ഇതിൽ എഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആദ്യം വരുന്ന പദത്തിനെയാണ് നമ്മൾ എഫ് എന്ന് പറയാം 5. ഇവിടുത്തെ ഡി എന്ന് പറയുന്നത് ഡി പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് എങ്ങനെ ഫൈൻഡ് ചെയ്യാം? ഒരു ടേം മൈനസ് തൊട്ട് മുമ്പത്തെ ടേം, അപ്പം 9 - 5 ചെയ്താൽ മതി, ആൻസർ 4 കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ബീജഗണിത രൂപമാണ്. ബീജഗണിത രൂപം ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇതാ. xn = dn + f - d. ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ n എക്സിൻ്റെ തൊട്ട് താഴെയാണ് കേട്ടോ എഴുതുന്നത്. xn = dn + f - d. ഇതിൽ നിങ്ങൾ n-നൊന്നും ചെയ്യണ്ട, ബാക്കിയുള്ള ഡിക്കും എഫിനും ഈ വാല്യൂസ് കൊടുക്കുക. അപ്പോൾ നോക്കേ, xn = ഡിക്ക് പകരം ഞാൻ കൊടുക്കുന്നത് 4 ആണ്. അപ്പോൾ 4n + എഫ് എന്ന് പറഞ്ഞാൽ 5, അപ്പോൾ 5 മൈനസ് ഡി എന്ന് പറഞ്ഞാൽ വീണ്ടും 4. നോക്കേനി, അപ്പോൾ 4n + 5 - 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കിട്ടുക. അപ്പോൾ +1 അല്ലേ, അപ്പോൾ 1 തന്നെ ഇട്ടാൽ മതി. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ബീജഗണിത രൂപം അല്ലെങ്കിൽ ഓൾജിബ്രായിക് ഫോം എന്ന് പറയുന്നത്. xn = 4n + 1. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇത് ഒന്നും ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്ക് നിങ്ങൾ. ഈ ഒരു സീക്വൻസിലെ ഈ ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 20 പദങ്ങളുടെ തുകയാണ് നിങ്ങളോട് ചോദിച്ചത്. ആദ്യത്തെ n പദങ്ങളുടെ തുക കണ്ടെത്താനുള്ള ഇക്വേഷൻ സം ഓഫ് ടേംസ്, തുക സം ഓഫ് ടേംസ്. ഇത് നിങ്ങൾ എങ്ങനെയായിരുന്നു കണ്ടെത്തുക? ഈ ഒരു ഇക്വേഷനാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. നോക്ക്, തുക കണ്ടെത്താനുള്ള ഇക്വേഷൻ Sn എന്നാണ് നമ്മൾ ഇത്. xn എന്ന് പറഞ്ഞാൽ nth ടേം, ബീജഗണിത രൂപം ഓൾജിബ്രായിക് ഫോം. Sn എന്ന് പറഞ്ഞാൽ സം ഓഫ് ടേംസ്, പദങ്ങളുടെ തുക. അതിങ്ങനെ എഴുതുക, n/2 × x1 + xn. നിങ്ങൾ ചിലപ്പോൾ സ്കൂളൊക്കെ പഠിച്ചത് വേറെ ഇക്വേഷൻ ആയിരിക്കും. ഇത് രണ്ടും കറക്റ്റാണ്, സെയിം ആണെന്ന് മനസ്സിലാക്കി വെക്കണേ. അങ്ങനെയാണെങ്കിൽ നോക്ക് നിങ്ങൾ, ഇവിടെ വേണ്ടത് സം ഓഫ് ഫസ്റ്റ് 20 ടേംസാണ്. സം ഓഫ് 20 ടേംസ്, അതായത് 20 പദങ്ങളുടെ തുക. 20 പദങ്ങളുടെ തുക കണ്ടെത്തേണ്ട സമയത്ത് 20 പദങ്ങളുടെ തുക കേട്ടോ, മലയാളത്തിൽ എഴുതാം. 20 പദങ്ങളുടെ തുക. നിങ്ങൾ ഏതാ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത്? ഇതേ ഇക്വേഷൻ. അപ്പോൾ 20 പദങ്ങളുടെ തുക എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൂടി എഴുതാം. നിങ്ങൾ 20 പദങ്ങളുടെ തുകയാണ് കണ്ടെത്തേണ്ടതെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ വേണമെന്ന് അറിയോ? n വേണം. n പറഞ്ഞാൽ അപ്പോൾ എത്രയായിരിക്കും? n പറഞ്ഞാൽ അവിടെ വരെ 20. ആൻഡ് അടുത്തത് വേണ്ടത് x1 ആണ്. x1 എന്ന് പറഞ്ഞാൽ എഫ് തന്നെ, ഫസ്റ്റ് ടേമിനെയാണ് നമ്മൾ x1 എന്ന് പറയാം. x1 എത്രയാണ്? 5. ഇങ്ങനെ എഴുതും നമ്മൾ. ഇനിയിപ്പോൾ ഇവിടെ f + x എന്ന് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. ഇനി അടുത്തത് xn എന്ന് പറഞ്ഞാൽ n 20 അല്ലേ, അപ്പോൾ xn നിങ്ങൾ ഫൈൻഡ് ചെയ്യേണ്ടത് x20. x20 20ാമത്തെ പദം. അതെങ്ങനെ ഫൈൻഡ് ചെയ്യുക? നോക്കി, xn എന്ന് പറഞ്ഞാൽ 4n + 1 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ xn = 4n + 1 ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അവിടെ x20 ഫൈൻഡ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, n-ന് പകരം 20 കൊടുത്താൽ മതി. അപ്പോൾ 4 × 20 + 1. 4 × 20 എന്ന് പറഞ്ഞാൽ 80, 80 + 1 എന്ന് പറഞ്ഞാൽ 81. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി ഇതൊക്കെ അങ്ങ് കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്ക്. Sn = Sn അല്ല S20, ആദ്യത്തെ 20 പദങ്ങളുടെ തുകയാണ് നമ്മൾ S20 എന്ന് പറയാം. അത് മനസ്സിലാക്കി വെക്കണേ. x20 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20ാമത്തെ പദം. ഇത് 20 പദങ്ങളുടെ തുക, അതാണ് വ്യത്യാസം. നോക്ക്, x1-ന് പകരം ഞാൻ 5 കൊടുക്കുന്നു, സോറി n-ന് പകരം 20 കൊടുക്കുന്നു. അപ്പോൾ 20/2. x1-ന് പകരം 5 കൊടുക്കുന്നു. ആൻഡ് xn എന്ന് പറഞ്ഞാൽ x20 ആണ്.
എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ x20 അല്ലേ, അപ്പോൾ അവിടെ അതിന് പകരം നമ്മൾ 81 കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ആൻസർ നോക്ക്, 20/2 10, 5 + 81 എന്ന് പറഞ്ഞാൽ 86, 10 × 86, അപ്പോൾ 86 × 10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുക 860 ആയിരിക്കും. ആദ്യത്തെ 20 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ 860. അപ്പോൾ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ നിങ്ങൾ 2 കാര്യം പഠിച്ചല്ലോ, പൊതുവ്യത്യാസം കാണുന്നത് പഠിച്ചു, ബീജഗണിത രൂപം പഠിച്ചു, പദങ്ങളുടെ തുകയും പഠിച്ചു. വളരെ ഈസി. ഇനി അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഇതാ പദങ്ങളുടെ തുക വെച്ചിട്ടുള്ളത് തന്നെയാണ്. നോക്ക്, സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് n² + 2n. ഇത് സമ്മിന്റെ ബീജഗണിത രൂപമാണ് തന്നത്. അതായത് നിങ്ങൾക്ക് തന്നത് Sn ആണെന്ന് മനസ്സിലാക്കണം. അതായത് n², നിങ്ങൾ ഇപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. xn ആണെങ്കിൽ അവിടെ n എന്ന് പറയുന്ന രീതിയിൽ ടേംസ് വരും. അവിടുത്തെ n-ന്റെ ഹയസ്റ്റ് പവർ 1. സമ്മിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ് തരുന്നതെങ്കിൽ അത് n² എന്ന് പറഞ്ഞ രീതിയിൽ ഒന്നും ഉണ്ടാവും. അതായത് n-ന്റെ ഹയസ്റ്റ് പവർ അവിടെ 2 വരും. ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അതെപ്പോഴും ആലോചിച്ച് നോക്കുക, രണ്ടാകൃതി ബഹുപദമായിട്ടായിരിക്കും ഉണ്ടാകുന്നത്. n-ന്റെ പവറിൽ എപ്പോഴും 2 വരും. അങ്ങനെയാണെങ്കിൽ സമ്മിൻ്റെതായിരിക്കും എന്ന് മനസ്സിലാക്കുക. അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരും വൃത്തിക്ക്, സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് എ സീക്വൻസ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അത് n² + 2n ആണെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിക്കോ, വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം. ഇവിടെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ 2-3 കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് പറയാം. ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ആദ്യ പദം ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? ഇവിടെ ആദ്യ പദം ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം എഴുതേണ്ടത്, ഇവിടെ എ ക്വസ്റ്റ്യൻ, ഞാനത് എ ക്വസ്റ്റ്യൻ എഴുതുന്നുണ്ട്. എ ക്വസ്റ്റ്യനിൽ നിങ്ങളോട് ചോദിച്ചത് സം ഓഫ് ഫസ്റ്റ് ടേം ആണ്. അല്ല, വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം എന്നാ. ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. ഞാനൊരു സമാന്തര ശ്രേണി ഇങ്ങനെ എഴുതാം. ഞാൻ ഈ പദത്തിൻ്റെ തുക, ആദ്യത്തെ ഒരു പദത്തിൻ്റെ തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് S1 ആണ്. ഇതിനെനിക്ക് x1 എന്ന് പറഞ്ഞാലും തെറ്റില്ല. ഈ പദം, രണ്ടാമത്തെ പദം x2 ആണ്. പക്ഷേ ഈ 2 പദങ്ങളുടെ തുകയാണ് ഞാൻ എന്ത് പറയാം, S2 എന്ന് പറയാം. ഈ 2 പദങ്ങളോടും കൂട്ടുന്നത്, x1 ഉം x2 കൂട്ടിയാലാണ് എനിക്ക് S2 കിട്ടുക. അപ്പോൾ S1 എന്ന് പറഞ്ഞാലും x1 എന്ന് പറഞ്ഞാലും ആദ്യത്തെ പദം തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഞാൻ Sn = n² + 2n ആണെങ്കിൽ S1 എന്താ നോക്കുകയാണ്. S1 എന്ന് പറഞ്ഞാൽ അപ്പോൾ 1² + 2 × 1, n-ന് പകരം 1 കൊടുത്താൽ മതി. അപ്പോൾ 1 + 2 ആൻസർ ഈസ് 3. ഇതാണ് S1 നിങ്ങൾക്ക് കിട്ടുന്നത് ഫസ്റ്റ് ടേം. പക്ഷേ S2 ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് സെക്കൻഡ് ടേം ആയിരിക്കില്ല, അത് സം ഓഫ് 2 ടേംസ് ആയിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കണം. ആ ഒരു ലോജിക്ക് നിങ്ങളുടെ മൈൻഡിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവണം. ഈസി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് എ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ എഴുതി, ബി ക്വസ്റ്റ്യൻ ആൻസർ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയാണ് അത് ഞാൻ എഴുതാൻ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. കോഎഫിഷ്യന്റ് ഓഫ് n²ന്റെ മുമ്പിലുള്ള നമ്പർ അതായിരിക്കും d/2. ഇത്ര മാത്രം ആലോചിച്ചാൽ മതിയെ. d/2 എന്ന് പറഞ്ഞാൽ n²ന്റെ മുമ്പിലുള്ളത് അതായത് കോഇഫിഷ്യന്റ് ഓഫ് n²ന്റെ ഗുണകം എന്നൊക്കെ പറയുവാണെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് n² ആയിരിക്കും d/2 ആയിട്ട് എപ്പോഴും വരിക. ഇവിടെ n²ന് മുമ്പിലുള്ളത് എത്രയാണ്? 1 അല്ലേ? ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? 1 ഉണ്ട് എന്ന് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് n² 1, അപ്പോൾ d/2 1 ആണെങ്കിൽ d എത്രയായിരിക്കും? ഈ /2 ഇങ്ങോട്ട് പോകുമ്പോൾ d = 1 × 2 എന്ന് വരും. അതായത് d കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം 2 ആയിരിക്കും. ഈസി, അതും കിട്ടി. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്ക്. മൂന്നാമത്തെ ചോദ്യമാണ് വളരെ രസകരമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഈ ശ്രേണിയിലെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക എന്ത്? അത് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഇക്വേഷനൊക്കെ വെച്ച് ചെയ്യണോ? വേണ്ട. നിങ്ങൾക്ക് n പദങ്ങളുടെ തുക Sn = n² + 2n എന്ന് തന്നിട്ടില്ലേ? ആദ്യത്തെ 20 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ n-ന് പകരം അവിടെ 20 കൊടുത്താൽ മതി. അപ്പോൾ ആദ്യത്തെ 20 പദങ്ങളുടെ തുകയെ നമ്മൾ S20 എന്നാണ് എഴുതുക. S20 ആദ്യത്തെ 20 പദങ്ങളുടെ തുക, സം ഓഫ് ഫസ്റ്റ് 20 ടേംസ്. അപ്പോൾ എഴുതേണ്ടത് S20 ആണ്. അങ്ങനെയാണ് n-ന് പകരം 20 കൊടുത്തിട്ടുണ്ടെങ്കിൽ 20² + 2 × 20 എന്ന് കിട്ടും. 20² എന്ന് പറഞ്ഞാൽ 400, 2 × 20 എന്ന് പറഞ്ഞാൽ 40. അപ്പോൾ ആൻസർ 400 + 40 440, 440 എന്ന് കിട്ടും. ഇതാണ് ആദ്യത്തെ 20 പദങ്ങളുടെ തുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നിന്നും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നിങ്ങളോട് ഈ ശ്രേണിയിലെ സെക്കൻഡ് ടേം ചോദിച്ചു എന്ന് വിചാരിച്ചോ, ഫസ്റ്റ് ടേം ഇങ്ങനെ കണ്ടെത്തുക, നിങ്ങൾ കോമൺ ഡിഫറൻസ് കണ്ടെത്തുക, ഇതിനോട് ഒരു d ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ടേം കിട്ടും. അതായത് ഫസ്റ്റ് ടേമിനോട് ഒരു d കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത സെക്കൻഡ് ടേം കിട്ടുമല്ലേ? അത്രയേ ഉള്ള സംഭവം. അപ്പോൾ അതൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഈ ചോദ്യത്തിലൊന്നും കൺഫ്യൂഷൻ വരരുത്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ചോദ്യം കൂടി നോക്കാം. ഈ ഒരു ചോദ്യത്തിനും സമ്മ് കാണാനുള്ളത് തന്നെയാണ്, പക്ഷെ ഒരു ചെറിയ പ്രത്യേകത ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം കൂടി ഞാൻ ആഡ് ചെയ്തത്. അപ്പോൾ സമ്മ് കാണാൻ വരുന്ന 3 രീതി നമ്മൾ വളരെ കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. സോ നോക്കിക്കോ, ഈ ഒരു ചോദ്യത്തിൽ ഫൈൻഡ് സം, തുക കാണുക. എന്തായാലും അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് ഉറപ്പാണ്. 5, 8, 11 3 കൂടി പോകുന്ന സീക്വൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സമ്മ് കാണണമെങ്കിൽ നിങ്ങളുടെ ഇക്വേഷൻ നിങ്ങൾ ആദ്യം ഒന്ന് പറഞ്ഞേ. Sn =
n/2 ഇൻറ്റു x1 പ്ലസ് xn, n/2 ഇൻറ്റു x1 പ്ലസ് xn. ഇതാണ് സമ്മ്, തുക കാണാനുള്ള ഇക്വേഷൻ. റെഡിയാണേ? ഇനി എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കുന്ന സമയത്ത് x1 5 ആണെന്ന് മനസ്സിലായി. xn എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഈ സീക്വൻസിലെ ലാസ്റ്റ് ടേമാണ്. അപ്പോൾ അതാ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ ഇവിടെ എഴുതി വെക്കുകയാണ്. x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, അത് 5 ആണ്, അത് പ്രശ്നമല്ല. xn എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേമാണ്, ലാസ്റ്റ് ടേം ഓർ അവസാന പദം എന്നൊക്കെ പറയുവാണെങ്കിൽ അവസാന പദം, ലാസ്റ്റ് ടേം അല്ലെങ്കിൽ അവസാന പദം ഏതാണോ അതാണ് xn ആയിട്ട് വരിക. അപ്പോൾ ലാസ്റ്റ് ടേം xn ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഉള്ളത് എത്രയാണ് നോക്ക്, 62 ആണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമോ എന്ന് ഉറപ്പൊന്നുമില്ല. നിങ്ങൾക്ക് ഒരാൾ കൂടി വേണം, n എത്രയായിരിക്കും? n കണ്ടെത്തണം. n എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ടേംസ്. അപ്പോൾ n കണ്ടെത്താനുള്ള ഒരു ഇക്വേഷൻ അതും കൂടി ഇവിടുന്ന് പഠിക്കണം. ഒരു സമാന്തര ശ്രേണി അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ടേമും അല്ലെങ്കിൽ ലാസ്റ്റുള്ള ഒരു ടേമും തന്നാൽ അതിനിടയിൽ എത്ര ടേംസ് ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെ സ്റ്റാർട്ട് ചെയ്ത് ലാസ്റ്റ് എൻഡ് ചെയ്യുന്നത് വരെ എത്ര ടേംസ് ഉണ്ടാവും, എത്ര പദങ്ങൾ ഉണ്ടാവും നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാം. ഒരൊറ്റ ഇക്വേഷൻ. ആ ഇക്വേഷൻ എന്താ? നമ്പർ ഓഫ് ടേംസ്. നോക്കിക്കേ, നമ്പർ ഓഫ് ടേംസ് അല്ലെങ്കിൽ പദങ്ങളുടെ എണ്ണം. ഇതിങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമുള്ള കാര്യം കേട്ടോ. പദങ്ങളുടെ എണ്ണം കണ്ടെത്താൻ നിങ്ങൾക്ക് 2-3 ഇക്വേഷൻ യൂസ് ചെയ്യാം. സിമ്പിളായിട്ട് ഏറ്റവും നല്ലത് ഇത് യൂസ് ചെയ്യുന്നതാ. xn മൈനസ് x1 ഓൾ ഡിവൈഡഡ് ബൈ d പ്ലസ് 1. ഇത് മതി. xn മൈനസ് x1 ബൈ d പ്ലസ് 1. വേണമെങ്കിൽ ഈ ഡീനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തൊക്കെ എഴുതാം. xn മൈനസ് x1 പ്ലസ് d ഓൾ ഡിവൈഡഡ് ബൈ d എന്നൊക്കെ എഴുതാം. രണ്ട് ചെയ്താലും പ്രശ്നമല്ല. പക്ഷേ ഈ ഇക്വേഷൻ ഓർത്ത് വെച്ച്, ഇതാണ് കുറച്ചുകൂടി സിമ്പിൾ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത് പഠിച്ചോ. നമ്പർ ഓഫ് ടേംസ് എന്ന് പറഞ്ഞാൽ xn മൈനസ് x1 ബൈ d പ്ലസ് 1. അങ്ങനെയാണ് ഇവിടെ എത്ര n, ഇവിടുത്തെ n എന്തായിരിക്കും? xn എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലാസ്റ്റ് ടേം എന്താ കിട്ടിയത്? xn 62 അല്ലേ? മൈനസ് x1 എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് ടേം 5 അല്ലേ? ബൈ d. ഇവിടുത്തെ d കിട്ടിയിട്ടില്ല അല്ലേ? d എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടേം മൈനസ് തൊട്ട് മുമ്പത്തെ ടേം അല്ലേ? അപ്പോൾ 8 മൈനസ് 5 ചെയ്തിട്ടുണ്ടെങ്കിൽ കോമൺ ഡിഫറൻസ് 3 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ 62 മൈനസ് 5 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 1. 62 മൈനസ് 5 എന്ന് പറഞ്ഞാൽ 57 അല്ലേ വരിക? 57 ബൈ 3 പ്ലസ് 1. 57 ബൈ 3 എന്ന് പറഞ്ഞാൽ 5-ൽ 3 1, പിന്നെ 2 27, 27-ൽ 3 9. അപ്പോൾ 19 ഇൻറ്റു 3 ആണ് 57. ഇത് നിങ്ങൾ ഹരിച്ച് നോക്കുന്ന സമയത്ത് 19 ആട്ടോ കിട്ടുക, പ്ലസ് 1. അപ്പോൾ നിങ്ങൾക്ക് എന്നിൻ്റെ വാല്യൂ കിട്ടുന്നത് എത്രയാണ്? 20. n ഈക്വൽ ടു 20. n ഈക്വൽ ടു 20 ആണെന്നും കിട്ടി. അപ്പോൾ n ഈസ് ഈക്വൽ ടു 20 ആണെന്ന് മനസ്സിലായി. ഇനി നിങ്ങൾക്ക് ആ പദങ്ങളുടെ തുക കണ്ടെത്തിക്കൂടെ? Sn ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn, x1 പ്ലസ് xn. അപ്പോൾ n 20 അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യത്തെ 20 പദങ്ങളുടെ തുകയാണ് കണ്ടെത്തുന്നത്. അപ്പോൾ 20/2 ഇൻറ്റു x1 പ്ലസ് x20, ഇത്രയുള്ള സംഭവം. അപ്പോൾ നോക്ക്, s20 ഈസ് ഈക്വൽ ടു 20/2 എന്ന് പറഞ്ഞാൽ 10. x1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x1 എത്ര? ഫസ്റ്റ് ടേം 5. x20 20th ടേം എത്രയാടാ? x20 20th ടേം നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ടല്ലോ. xn ഇതാണ് കേട്ടോ. ഇപ്പോൾ xn 62 ആയതുകൊണ്ട് x20 ആണ് ഇപ്പോൾ ഇനി വരുന്ന ഈ 62 എന്ന് പറയുന്നത് ലാസ്റ്റ് ടേം. അപ്പോൾ അവിടെ 62 കൊടുക്കാം. അപ്പോൾ നോക്കടാ, 10 ഇൻറ്റു 5 പ്ലസ് 62 67. അപ്പോൾ 10 ഇൻറ്റു 67 ആൻസർ വരുന്നത് എത്രയായിരിക്കും? 10നോട് ഏത് നമ്പർ മൾട്ടിപ്ലൈ ആണെങ്കിൽ ലാസ്റ്റ് ഒരു 0 എടുത്താൽ പോരെ? മതി. അപ്പോൾ 670 670. അതായത് ഈ സമാന്തര ശ്രേണിയിലെ ഈ പദങ്ങളുടെ എല്ലാം തുക എന്ന് പറയുന്നത് 670. അപ്പോൾ കാര്യം വളരെ സിമ്പിളാണ്, ഈസിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സമാന്തര ശ്രേണി എന്ന് പറയുന്ന ചാപ്റ്ററിൽ പദങ്ങളുടെ തുകയുമായി ബന്ധപ്പെട്ട് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇനിയും ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും, അതൊക്കെ നിങ്ങൾ ചെയ്യണം. പക്ഷേ ഈ ചോദ്യങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ബൈ, താങ്ക് യു.